നമ്മുടെ ലൈവില് ഇപ്പം കുറച്ചു നേരം മുമ്പ് പുതിയ ഡെൻ ടീമിലുള്ളവര് സായി, ജിൻഡോ, അഭിഷേക്, ജയദീപ്, പിന്നെ നന്ദന, നോറയൊക്കെ കൂടി ഒരു ചർച്ച ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു ഈ ടാസ്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൽ. സായി ഒരു നല്ല ടീം പ്ലെയർ ആണ് എന്ന് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ ഒരു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ചയില് സായി മറ്റേ സീക്രട്ട് ഏജന്റ് കുപ്പായം എടുത്ത് ഇടുന്നതാണ് ഞാൻ കണ്ടത്. ശരിക്കും ഒരു പരകായ പ്രവേശനം. ആക്ച്വലി സായി കൃഷ്ണനിൽ നിന്നും സീക്രട്ട് ഏജന്റ് ആയ പോലെ എനിക്ക് തോന്നി. ആ ഒരു എന്താ പറയുക, സീക്രട്ട് ഏജന്റ് വീഡിയോസിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യനായിട്ട് ഒരു ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു സായി ഇപ്പൊ ആ വീട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഡീപ്പായിട്ട് പുള്ളി എല്ലാരെയും ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 പേരെയും വിളിച്ചിരുത്തി സായി ടീമിലുള്ള എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. സായി ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എല്ലാവർക്കും. നന്ദന വന്ന് കയറിയ പാടെ പട്ടിഷോ ഇറക്കി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് ലേഡി കളിച്ചു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാവും നന്ദനയ്ക്ക് നേരെ വരിക എന്ന് സായി പ്രഡിക്റ്റ് ചെയ്തു. പിന്നെ നോറ ഇമോഷണൽ ആവുന്നത് അല്ലെങ്കിൽ കരയുന്നത് അത് ഏറ്റവും നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിട്ടുള്ളവരാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് സായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൗണ്ടർ ചെയ്യണമെന്നാണ് സായി പറയുന്നത്. പിന്നെ ജിൻഡോയോട് പ്രത്യേകം പറയുന്നുണ്ട് പവർ ടീമിനെ പ്രൊവോക്ക് ചെയ്യാൻ, ഉൾട്ട അടിക്കാൻ ശ്രമിക്കണം എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നതിന് കൗണ്ടർ അടിച്ച് അവരെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കണം. സായിനെ പവർ ടീമിൽ കാണാൻ എനിക്ക് പേഴ്സണലി നല്ല ആഗ്രഹമുണ്ട്. കാരണം പുള്ളിക്ക് നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ട്. ഇവർക്ക് ഈ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് മാത്രം മതി നമുക്കത് മനസ്സിലാക്കാൻ. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ചർച്ചയിൽ സായി ഡോമിനേറ്റ് ചെയ്തപ്പം. അപ്പോൾ ജിൻഡോ ഒക്കെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് സായിയുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും ഈ ഒരു ഡോമിനേഷനും എല്ലാം കൂടെ കേട്ടിട്ട്. ഞാനും ഞെട്ടിപ്പോയി. എന്തൊരു മാറ്റമാണ്, എന്തൊരു ചേഞ്ച് ആണിത്. സൈലന്റ് ആയിട്ടുള്ള ഒരു സായിയെ അല്ല അത്. അപ്പോൾ സായി എനിക്ക് തോന്നുന്ന ഒരു ഡുവൽ പേഴ്സണാലിറ്റി കളിയാണ് അവിടെ കളിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തായാലും ഇവരുടെ ഈ ഒരു ടാസ്ക് നടക്കാൻ പോകുന്നേ ഉള്ളൂ ഡെൻ ടീമുമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.